ഇനി ടി കെ അഷ്റഫിനെതിരായ സസ്പെൻഷനിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് വിസ്ഡം. സൂംബ പരിശീലനത്തിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചവരെ സർക്കാർ വേട്ടയാടുന്നു. ടി കെ അഷ്റഫിനെതിരായ അച്ചടക്ക നടപടിക്ക് സർക്കാർ തിടുക്കം കാട്ടിയെന്നും വിസ്ഡം പറയുകയാണ്. അനൽക സേതുവിന്റെ വിവരങ്ങളുമായിട്ട്. അനൽക, അപ്പോൾ വിസ്ഡം നിയമവഴിയിൽ തന്നെ. തീർച്ചയായിട്ടും ലക്ഷ്മി, ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് വിവാദ പ്രതികരണം നടത്തിയ വിക്ടിം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനകത്ത് വിസ്ഡം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരവാഹി വിസ്ഡത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PN അബ്ദുൽ ലത്തീഫ് മദീനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സൂംബയിൽ വിയോജിപ്പ് പ്രകടിച്ചവരെ സർക്കാർ വേട്ടയാടുന്നു. ഈ അച്ചടക്ക നടപടി വേട്ടയാടലാണ്. അതോടൊപ്പം തന്നെ ഈ അച്ചടക്ക നടപടിക്ക് സർക്കാർ തിടുക്കം കാട്ടിയെന്നും ഈ PN അബ്ദുൽ ലത്തീഫ് മദീനി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അധ്യാപകന് ഇപ്പോഴും സർക്കാർ നടപടിയെടുത്തിട്ടില്ല. ഈ സർക്കാർ സ്കൂളുകളിൽ സൂംബ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും കാലങ്ങളായി ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ മറവിൽ മതനിരാസാശയങ്ങൾ പല രൂപത്തിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമം നടക്കുന്നു എന്നൊരു ആരോപണവും കൂടി വിക്ടിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. മുജാഹിദ് സംഘടനകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള TP അബ്ദുള്ള കോയ മദീനി ഈ സൂംബ വിഷയത്തിൽ വിഷയത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിനകത്ത് ആ വിഷയത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കില്ലാത്തതുകൊണ്ടാണ് അത്തരൊരു ശരി അനൽക, അങ്ങനെ ടി കെ അഷ്റഫിനെതിരായ സസ്പെൻഷനിൽ നിയമ നടപടിയിലേക്ക് തന്നെ, നിയമവഴിയിലേക്ക് തന്നെയാണ് വിസ്ഡം വിവരങ്ങൾ നൽകുകയായിരുന്നു. അനൽക.